ഹനുമാൻ സേന ചെയർമാൻ അടക്കമുള്ളവരുടെ പേരിൽ 308 വകുപ്പ് ചാർജ് ചെയ്ത കേസ് പുനരന്വേഷണം നടത്തണമെന്ന് ഹനുമാൻ സേന സംസ്ഥാന നേതൃയോഗം. ഈ വിഷയത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടിയെടുക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഹനുമാൻ സേന ഭാരത്തിന്റെ സംസ്ഥാന നേതൃയോഗം കോഴിക്കോട്ട് നടന്നു. ഹനുമാൻ സേന നേതാക്കൾക്കെതിരെ തീവ്രവാദികളും കമ്മ്യൂണിസ്റ്റ് ജിഹാദികളും അഴിമതിക്കാരായ പോലീസുകാരും ചേർന്ന് മുൻപും പല കള്ളക്കേസുകൾ എടുത്തിട്ടുണ്ടെന്നും എല്ലാം കോടതികൾ തള്ളിക്കളയുകയാണുണ്ടായതെന്നും യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. നിയമപരമായി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ചാർജ് ചെയ്ത കേസിനെ നേരിടുമെന്നും യോഗം തീരുമാനിച്ചു. സെക്രട്ടറി സി വിനോദ് കൊല്ലം ഉദ്ഘാടനം ചെയ്തു. എല്ലാ ജില്ലകളിലും മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിക്കണമെന്നും മത തീവ്രവാദത്തെ തടയാനും ദേശീയത വളർത്തുന്നതിനും സേവന പ്രവർത്തകർ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനിടയിൽ തന്നെ ശബരിമല വിഷയമുണ്ടായി. നമുക്കറിയാം, ഭാരതത്തിലെ മുഴുവൻ ഹിന്ദുവിനെയും നോവിക്കുന്ന ശബരിമല വിഷയമുണ്ടായപ്പോൾ ആദ്യത്തെ കേസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഹനുമാൻ സേന ചെയർമാൻ എം ഭക്തവത്സലനെയും ഹനുമാൻ സേനയുടെ ജനറൽ സെക്രട്ടറി സി വിനോദും തുടങ്ങി ഏതാണ്ട് 18ഓളം പ്രവർത്തകരെ ഇന്നും പമ്പ റാന്നി കോടതിയിൽ കേസ് പറയുകയാണ്. ഇതിനുശേഷമാണ് ശബരിമല വിഷയം മറ്റു പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുകയും അതിന്റെ പേരിൽ മുതലെടുപ്പ് നടക്കുകയും അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തത്. സംസ്ഥാന ചെയർമാൻ എം ഭക്തവത്സലൻ അധ്യക്ഷനായിരുന്നു. തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് കോവൈ രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് രവിരാജ്, വായുപുത്രൻ, മിഥുൻ ഉണ്ണികൃഷ്ണൻ, ചക്രപാണി, സതീശൻ വയനാട് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രിക്കെതിരെ പി.വി. അൻവർ ഉന്നയിച്ച ആരോപണം